ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കയ്യിൽ എത്ര കിലോ പഴം അല്ലെങ്കിൽ എത്ര കുല പഴം ഉണ്ടെങ്കിലും അത് ഒട്ടും തന്നെ ചീച്ച് കളയാതെ നല്ല ഫ്രഷായിട്ട് ഒരു വർഷം വരെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വാഴത്തോട്ടമൊക്കെ ഉള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടും. അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ പളയങ്കോടൻ പഴമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് പകുതിയൊക്കെ ചീഞ്ഞൊക്കെ പോകും. കുട്ടികളൊന്നും ചിലപ്പോൾ കഴിക്കാറുണ്ടാവില്ല. ചിലർക്ക് ഗ്യാസ് ട്രബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും കഴിക്കാറില്ല. അപ്പോൾ ഇത് നല്ലൊരു പഴമാണ്. നമ്മളുടെ മലബന്ധമൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണമുള്ള പഴങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഏത്തപ്പഴമൊക്കെ വാങ്ങിക്കുമ്പോഴും പലപ്പോഴും കറുത്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ പഴമൊക്കെ ഇതുപോലെ ബാലൻസ് വരെയും കഴിക്കാൻ ആളില്ലാതെയും കൊടുക്കാനും ആരും ഇല്ലാത്തൊക്കെ അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ള വീഡിയോയാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വീഡിയോയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പാളയംകോടൻ പഴം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല പേരായിരിക്കും. ചെറുപഴം, ചിലർ മൈസൂർ പഴം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാലിപ്പൂവനോ നമ്മളുടെ ചാരപ്പൂവൻ അല്ലെങ്കിൽ കർപ്പൂരവല്ലി എന്നൊക്കെ പറയും, ഏത്തപ്പഴം, ഇങ്ങനെ ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുപഴം അല്ലെങ്കിൽ പാളയംകോടൻ പഴമാണ് ആദ്യം എടുത്തത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. ഇനി വട്ടത്തിലാണ് അരിയാൻ ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെ അരിയാം. ഏറ്റവും എളുപ്പം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് പഴമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വട്ടത്തിലൊക്കെ അരിഞ്ഞു വരുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് വേണ്ടി വരും. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് പണി കഴിയാനും ഇതുപോലെ നീളത്തിൽ അരിയുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ കട്ടറിൽ വെച്ചിട്ട് അരിയണതിന് എളുപ്പം കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. വെജിറ്റബിൾ കട്ടറൊന്നും വേണമെന്നില്ല. ഇതുപോലെ കൈ കൊണ്ട് അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞ് സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിൽ വെക്കാം. അപ്പോൾ അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഓയിലോ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ചെറിയ ചെറിയ കട്ടി കുറഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. അരിഞ്ഞതിന് ശേഷം നമ്മൾ അലുമിനിയം പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. നിരത്തി വയ്ക്കുമ്പോൾ നമ്മൾ ഒരു കഷ്ണത്തിൽ വേറൊരു കഷ്ണം ഇങ്ങനെ കൂട്ടി മുട്ടാതെ ഇതുപോലെ ഒരു ഗ്യാപ്പിൽ വിട്ട് വിട്ട് വേണം നമ്മൾ നിരത്തി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ചെറുപഴം ഫുള്ളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏത് പഴവും അരിഞ്ഞെടുക്കേണ്ടത്. ഇനി അടുത്തത് ഏത്തപ്പഴമാണ് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ സെയിം പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീളത്തിൽ തന്നെ അരിയണമെന്നില്ല. ചെറിയ ചെറിയ വട്ടത്തിൽ അല്ലെങ്കിൽ ചരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിയാം. അധികം കട്ടിയില്ലാതെ ഇതുപോലൊരു സ്ലൈസാക്കി എടുക്കണമെന്ന് മാത്രം. അപ്പം ഞാനിവിടെ നീളത്തിൽ തന്നെയാണ്. നമുക്കിത് എടുത്ത് വയ്ക്കാനും ഒക്കെ സുഖം ഈ ഒരു നീളത്തിൽ തന്നെ അരിയലാണ്, എളുപ്പം പണി കഴിയാൻ. അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് എനിക്ക് തോന്നിയത് ഇതാണ്. ഇതുപോലെ ചെയ്ത് നമ്മൾ ഇത് നല്ല വെയിലത്ത് വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കണം. അപ്പോൾ ഉണങ്ങുമ്പോൾ കൂട്ടി മുട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാപ്പിട്ട് വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല വെയിലത്ത് ഒരു ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമെങ്കിലും ഇങ്ങനെ പഴം വെച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നല്ല വെയിലുള്ളിടത്ത് തന്നെ വെക്കാനായിട്ട് നോക്കുക. ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റണവരുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വെയിലത്ത് തന്നെ വെക്കാം. ഇനി വെയിലില്ലാത്തവർക്കാണെങ്കിൽ അതിനൊരു ഐഡിയ ഞാനിതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണക്കിയെടുക്കാവുന്ന ഒരു സൂത്രമാണത്. അപ്പോൾ ഇത് എല്ലാം കൂടി ഞാൻ 2 പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 4 പാത്രത്തിലാണ് ഞാനിത് ഉണക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഒന്ന് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ വലിപ്പമൊക്കെ ഒന്ന് കുറയും. അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ എണ്ണം കുറച്ചെടുക്കാവുന്നതാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിലത്ത് വയ്ക്കണമെന്നില്ല. അതിനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഒരു പേപ്പർ അടിയിലിട്ടിട്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു നെറ്റോ എന്തെങ്കിലും വിരിച്ചിടുകയാണെങ്കിൽ നമുക്ക് പൊടിയോ മുടിയൊന്നും പാറി അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ അരിപ്പ പോലുള്ള അങ്ങനെ ചെറിയ കൊട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് മൂടി വയ്ക്കാം. അപ്പോൾ അങ്ങനെ മൂടി വയ്ക്കുമ്പോൾ വെയിൽ പെട്ടെന്ന് ഏൽക്കില്ല. അപ്പോൾ കുറച്ചധികം ദിവസം വെച്ച് ഉണക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലൊരു നെറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ നെറ്റ് വിരിച്ചിടുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചൂട് അതിലേക്ക് കിട്ടും, അങ്ങനെ ഉണങ്ങി കിട്ടും.
അപ്പോൾ ഇതൊരു ദിവസം മൊത്തം ഞാൻ ഈ വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഉണക്കിയെടുക്കുന്ന ഒരു ഐഡിയയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുറ്റത്തൊന്നും വെയിലില്ലാതെ തണലൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ തണുപ്പ് രാജ്യത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉള്ള ഒരു ഈസി മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം വെച്ചിട്ട് ഞാനതൊരു 2 പാത്രം ആക്കിയിട്ടുണ്ട്. ആദ്യം 4 പാത്രത്തിലാണ് വെച്ചത്. അപ്പോൾ അതൊരു 2 പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവനുള്ളവർക്ക് ഇത് ഓവനിലേക്ക് കയറ്റി വയ്ക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് ശരിയായി കിട്ടും. അപ്പോൾ വെയിലത്ത് വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് മറിച്ച് വെക്കാനായിട്ട് മറന്നു പോകരുത്. ഇടയ്ക്ക് ഇതൊന്ന് മറിച്ച് കൊടുക്കണം. ഓരോ കഷ്ണം എടുത്തിട്ട് ഇപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പകുതി വെയിൽ കൊള്ളുമ്പോഴേക്കും നമ്മൾ ചെന്നിട്ടിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് പാത്രത്തിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടാതെ വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഓവനിലേക്ക് വെച്ചാലും ഒരു പകുതി സമയം കഴിയുമ്പോഴേക്കും ഓവനൊന്ന് തുറന്നിട്ട് ഒന്ന് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഒന്ന് മറിച്ച് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഓവനിലേക്ക് തന്നെ വെക്കാം. അപ്പോൾ അതുപോലെ ഓവനിൽ വെച്ചതാണിത്. ഇനി ഇത് ഉണങ്ങിയ ശേഷം എങ്ങനെയാവുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് ഓവനുള്ളവർക്ക് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്കൊരു 10 ദിവസമെങ്കിലും എടുക്കും ഇത് ഉണങ്ങിക്കിട്ടാനായിട്ട്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണക്കിയെടുത്തതാണിത്. നല്ല ടേസ്റ്റാണ്. പാളയംകോടൻ പഴം ഇങ്ങനെ ഉണങ്ങിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കുക. അതിന് ഒരു പുളിപ്പും ഉണ്ടാവില്ല. നല്ല മധുരമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് പഴം കഴിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ നമുക്കിത് ടിന്നിൽ അടച്ച് സൂക്ഷിക്കാം. ഇനി ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചീത്തയാവുമെന്ന് പേടിയുണ്ടെങ്കിൽ നമുക്കത് ആ ടിന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ഈ പഴം സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇനി നമ്മളുടെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന വാഴയിൽ നിന്ന് ഉണ്ടാകുന്ന പഴമൊന്നും നമുക്ക് വേസ്റ്റാക്കി കളയണ്ട. പാളയംകോടൻ പഴമൊക്കെ സാധാരണ എല്ലാവരും വേസ്റ്റാക്കി കളയാറുണ്ട്, ഒരുപാട് കിട്ടുന്നവർ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഹെൽത്തിന് യാതൊരു കുഴപ്പമില്ലാത്തൊരു റെസിപ്പിയാണിത്. ഇത് വെറുതെ നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ട് കഴിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അത് മാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് റെസിപ്പി ഉണ്ടാക്കാം. നമ്മൾ അവലൊക്കെ വിളയിച്ചെടുക്കുന്ന പോലെ ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പട്ടയൊക്കെ പൊടിച്ചിട്ടിട്ട് ഇത് ഒന്ന് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വിളയിച്ചെടുക്കാം. അതെല്ലാം മുറിക്കാതെയും നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് വിളയിച്ചെടുക്കാം, കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ട്. അപ്പം അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ഇത് വെറുതെ നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. പഴം കഴിക്കുന്നതിന് പകരമായിട്ടും വൈകിട്ട് നമ്മൾ വെറുതെ എണ്ണയിൽ വറുത്ത പഴംപൊരിയോ വറുത്ത പലഹാരമൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒക്കെ നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിങ്ങനെ ടിന്നിൽ അടച്ചു വെച്ചാൽ മതി. എത്ര നാൾ വേണമെങ്കിലും ഈ ടിന്നിൽ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന പോലെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ടും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ പഴം ഡ്രൈ ഫ്രൂട്ടാക്കി എടുക്കാം എന്നുള്ളത്. നമ്മൾ സാധാരണ അത്തിപ്പഴം, ഈന്തപ്പഴം അതുപോലെയുള്ള പഴങ്ങളൊക്കെ ഡ്രൈ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇതും. എത്ര കാലം വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് സ്മൂത്തിയാണ്. ഈ സ്മൂത്തിയിലേക്ക് നമുക്കിത് മുറിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ്. സ്മൂത്തിക്ക് ഒരു മധുരവും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, ബൈ.